ഹലോ, അത്തപ്പൂക്കളത്തിന്റെ വേറൊരു ഡിസൈനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറേ പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്തുന്നുണ്ട്. ഒരുപാട് സന്തോഷം. കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. കോമ്പസ് ഉപയോഗിച്ച് 5 വൃത്തം വരച്ചു കൊടുക്കുന്നു. ആദ്യം ഈ വൃത്തത്തിലാണ് ബാക്കിയുള്ള ഡിസൈൻ നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ശേഷം ലൈറ്റ് ആയിട്ട് പെൻസിൽ ഉപയോഗിച്ച് ഡിസൈൻ വരച്ചു കൊടുക്കുന്നു. എല്ലാവരുടെയും ഓണാഘോഷം എവിടം വരെയായി? എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ? ഞാൻ വരയ്ക്കുന്ന അത്തപ്പൂക്കളത്തിന്റെ ഔട്ട്ലൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് പറയണം കേട്ടോ. നമ്മൾ തൃക്കാക്കരയെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. മനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞ ഗ്രാമപ്രദേശമായിരുന്നു തൃക്കാക്കര. അതിപ്പോൾ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പട്ടണമായി മാറിയിരിക്കുന്നു. പാടങ്ങളും പുഴകളും മലകളും കൊണ്ട് സുന്ദരമായ പ്രദേശം എത്രയോ പഴയ സിനിമകളിൽ ഇപ്പോഴും കാണാം. തൃക്കാക്കരയിൽ പ്രശസ്തരല്ലാത്ത ഒട്ടേറെ ചിത്രകലാകാരന്മാർ ഉണ്ടായിരുന്നു. അവർ പലരും വിസ്മൃതിയിലായത് ഒരു അവശേഷിപ്പും വെക്കാതെയായിരുന്നു. സ്വയം ഉൾവലിയുന്നവരായിരുന്നല്ലോ പല കലാകാരന്മാരും. ഒട്ടേറെ കലാകാരന്മാർ അവസരം ലഭിക്കാതെ എരിഞ്ഞടങ്ങിയിട്ടുണ്ട്. അത് ചിത്രകലാ രംഗത്ത് മാത്രമല്ല, സംഗീത ലോകത്തും അഭിനയ ലോകത്തും സാഹിത്യ ലോകത്തുമുണ്ട്. തൃക്കാക്കരയിലെ മാത്രം അവസ്ഥയല്ല അത്. മഹാബലിയുടെ രൂപം ആദ്യം വരച്ചത് തമിഴ്നാട്ടിലെ ശിവകാശിയിലുള്ള ചിത്രകാരനായിരിക്കണം. പുരാണങ്ങളിൽ വിവരിക്കുന്ന മഹാബലി കുടവയറിനല്ല, കപ്പട മീശയുമില്ല. പിന്നെ ഈ രൂപം എങ്ങനെ വന്നു എന്ന ചരിത്രാന്വേഷണമാണ് ചിത്രകാരനിൽ കൊണ്ടെത്തിച്ചത്. ഓരോ ദൈവരൂപങ്ങളും ചിത്രകാരന്റെ ഭാവനയിൽ വരച്ചിടുന്നതാണ്. അത് പിന്നീട് വരുന്ന ചിത്രകാരന്മാർ പിന്തുടരും. പണ്ട് ദൈവങ്ങളുടെ രൂപം കലണ്ടറിനു വേണ്ടി വരച്ചിരുന്ന പ്രശസ്ത കാർട്ടൂണിസ്റ്റ് തോമസ് ആന്റണി പറഞ്ഞത് ഓർമ്മ വരുന്നു. ഒരു ചിത്രവുമില്ലാതിരുന്ന പുണ്യവാളനാക്കപ്പെട്ട വ്യക്തിയുടെ രൂപം അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിഞ്ഞതായിരുന്നു അത്രേ. ഇപ്പോൾ പലയിടത്തും കാണുന്നത് തോമസ് ആന്റണി ഭാവനയിൽ വരച്ച മുഖമാണ്. തൃക്കാക്കര വാമനമൂർത്തി വിഗ്രഹത്തിന്റെ രൂപം ആദ്യം വരച്ചത് തൃക്കാക്കരയിലെ ഒരു ചിത്രകാരൻ തന്നെയാണ്. തൃക്കാക്കര ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ താമസിക്കുന്ന സോമശേഖരൻ എന്ന ആർട്ടിസ്റ്റ് സോമനാണ് അത് വരച്ചത്. വിഗ്രഹം 45 ദിവസമെടുത്ത് നടയിൽ നിന്ന് നിരീക്ഷിച്ചിരുന്നു. പൂജാരിയുടെ സഹായത്താൽ ദർഭപുല്ലിൽ അളവെടുത്താണ് അദ്ദേഹം ചിത്രം പൂർത്തീകരിച്ചത്. പിന്നീട് പലരും വാമനമൂർത്തി വിഗ്രഹത്തിന്റെ ചിത്രം പകർത്തി വരച്ചിട്ടുണ്ട്. ആശയങ്ങളെ ചിത്രരൂപേണ ഒരു മാധ്യമത്തിലേക്ക് പകർത്തുന്ന കലയാണ് ചിത്രകല. പ്രാചീന കാലം മുതൽക്കേ മനുഷ്യൻ തന്റെ ആശയങ്ങൾ ചിത്രങ്ങളിലൂടെ വിനിമയം ചെയ്തിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.